Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Okay. ഈ ക്ലാസ്സിൽ പ്രയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഉണ്ട്. കൊണ്ടിട്ടാടാ ബാക്കി എല്ലാവരും മ്യൂട്ട് ആക്കണം. പ്രയർ സ്റ്റാർട്ട് ചെയ്തോട്ടോ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഓക്കെ, സൈൻ ഇൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിഷ ടീച്ചർ. സൈൻ ഇന്നെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാനായിട്ട്? ഓക്കെ ഓക്കെ, അത് പ്രിപ്പയർഡ് ആയിട്ടുണ്ടോ? മടിയൊന്നും വിചാരിച്ച് മാറി നിൽക്കണ്ട, കാരണം നിങ്ങൾ ഓരോരുത്തർ ചെയ്യേണ്ടതാണ്. ഡെയിലി ഓക്കെ, അതിന് പറഞ്ഞോട്ടാ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ മാഡം? മോനെ എങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന, മലയാളോ ഇംഗ്ലീഷ്? ഞാൻ പ്രിഫർ ചെയ്യാം രണ്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷേ പ്രിഫർ ചെയ്യുള്ളൂ. ഇത് പ്രയർ സോങ് ആയാൽ പോലും ഇംഗ്ലീഷാണ്. എനിക്ക് ഇഷ്ടമാണ് മലയാളത്തിൽ സോങ്സ് ഒക്കെ, പക്ഷെ നമുക്ക് പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷായിരിക്കും കേട്ടോ. ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അത് മലയാളത്തിൽ പറയാം. ഓക്കെ സർ, അങ്ങനെയല്ല. Failure will never hold me back if I am determined to succeed. APJ അബ്ദുൽ കലാം. വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം എന്നെ ഒരിക്കലും പിന്തള്ളുകയില്ല. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും വിജയിക്കാൻ വേണ്ടിയിട്ട്, നാളെ നല്ല ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ? അതിനെ ഞാൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് അപർണ എന്നാണ്. ഞാൻ ഒരു 1 ഇയറിലേക്ക് നിങ്ങളുടെ മോണ്ടിസോറി ഫാക്കൽറ്റി ആയിരിക്കും. അപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാലോ. അപ്പൊ ഓരോരുത്തരും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരെവിടെ നിന്നാണ് വന്നത്, അതേപോലെ തന്നെ പേര് പറയാം, എന്താണ് അവരുടെ ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ, അതെന്താന്ന് പറയാം, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ. സൈൻ ഇന്നിന് പ്രിപ്പയർ ആയിരുന്നു ആരെങ്കിലും സൈൻ ഇൻ പറയാനായിട്ട്? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറയാം. നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കമ്പൽസറി ആയിട്ട് ഒരു പ്രയർ വേണം. ഓക്കെ, ഞങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആരാണ് ഇന്ന് പ്രയർ പറയേണ്ടത്, ആരാണ് ഇന്ന് തോട്ട് ഓഫ് ദ ഡേ പറയേണ്ടത്, ആരാണ് സൈൻ ഇൻ പറയേണ്ടതെന്ന് നോക്കിയിട്ട് വെക്കണം.
ഓക്കെ, ഇതിൽ സൈൻ ഇൻ ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്. സൈൻ ഇൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സൈൻ ഇൻ ചെയ്യാം. ജസ്റ്റ് 1 minute സ്റ്റോറീസ് ആവാം, മോറൽ സ്റ്റോറീസ് ആവാം, ഷോർട്ട് മോറൽ സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അത് പറഞ്ഞിട്ടായാലും നമുക്ക് സൈൻ ഇൻ ചെയ്യാം. വെൽക്കമിങ് സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും വെൽക്കം ചെയ്യാം. ആരാണോ ക്ലാസ് എടുക്കുന്നത് ആ ടീച്ചറെയും ആ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യാം. ദെൻ സൈൻ ഔട്ട് ഉണ്ട്. നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സൈൻ ഔട്ട് പറയാം. അപ്പൊ പറയുമ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കണ്ടന്റിന്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു രൂപം എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, ഇന്നിന്റെ ക്ലാസ് ആണ് എടുത്തത്, നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് പറഞ്ഞ ആ ക്ലാസ് ആരാണോ കണ്ടക്ട് ചെയ്തത് ആ ടീച്ചർക്കും താങ്ക് യു പറയാം. ദെൻ സൈൻ ഔട്ട് പറയാം. സൈൻ ഔട്ട് ബൈ നിങ്ങളുടെ നെയിം പറയാം, ദെൻ സൈൻ ഔട്ട് ആയി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഡെയിലി ഫോളോ ചെയ്യുന്ന ഒരു റുട്ടീൻ പോലെ ഫോളോ ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ റുട്ടീൻ ഫോളോ ചെയ്യണം. ഓക്കെ അല്ലേ? ഇന്ന് നമുക്ക് ഓരോരുത്തർക്കായിട്ട് പരിചയപ്പെടാം. അപ്പൊ നിങ്ങൾ പറയുമ്പോ ഓരോരുത്തർ പറയുമ്പോ ഭയങ്കര സൗണ്ട് ഉണ്ടാവും. അപ്പൊ ഓരോരുത്തരും മെസ്സേജ് അയക്കാം. പേര് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അവരെ വിളിക്കുക. അപ്പൊ അവരുടെ പേരില്ലതാണ്. ബാക്കി കുട്ടികൾക്കൊന്നും നിങ്ങൾ പരിചയം ഉണ്ടാവില്ല. അപ്പൊ പേരില്ലതാണ്, എന്റെ സ്ഥലം ഇന്നതാണ്, ഞാൻ ഇന്നതാണ് പഠിച്ചത്, നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് വരാൻ വന്ന സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ സാധാരണ കാണാറ് ഒരുപാട് ഓക്കെ വിളിക്കാട്ട. അപ്പൊ അതെന്തുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ നമുക്ക് പാഷൻ കൊണ്ടാണ് വന്നത്. ഞാനാണെങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്തത് അന്ന് എന്റെ ഒരു പാഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. എന്റെ പാഷനായിട്ട് ഞാൻ ഫോളോ ചെയ്ത് വന്ന ഒരു മേഖലയാണിത്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. അപ്പൊ അതേപോലെ നിങ്ങളുടെ പാഷനാണോ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം പറഞ്ഞ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഓരോരുത്തരെ വിളിക്കാം കേട്ടോ, ഓർഡറിൽ വിളിക്കാവേ. ഞാൻ ഷമ്മി കോതമംഗലത്താണ് താമസിക്കുന്നത്. പിന്നെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഫൈനൽ ഇയർ വരെ പോയതാണ്. അവസാനം മാരേജ് കഴിഞ്ഞപ്പോ പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. പിന്നെ ഒരു മകളുണ്ട്, മകളെ +2 പഠിക്കുന്നു. അപ്പൊ മകളുടെ +2 പഠനം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവള് അബ്രോഡ് സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ പോവാണ്. എനിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ. അപ്പോ വീട്ടില് പിന്നെ എന്ത് ചെയ്യും, ഹസ്ബൻഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ 3 പേരായിട്ടുള്ള ഒരു ലോകമാണ്. അത് ചെയ്യും അങ്ങനെ ചിന്തിച്ചതാണ് ഞാൻ എന്ത് ചെയ്യും. പിന്നെ എന്റെ മറ്റ് ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു പറയാറുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ, വാർഡ് ഗ്രൂപ്പിൽ കണ്ടത്. അപ്പൊ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. പിന്നെ എന്റെ ടീച്ചിങ് ഇത് എല്ലാ പാരമ്പര്യമായിട്ട് തന്നെ ഉണ്ട്. മറ്റുള്ളവരൊക്കെ ടീച്ചേഴ്സൊക്കെയാണ്. എൻ്റെ ഗ്രാൻഡ് അങ്ങനെയുള്ള ഇതിലുള്ളതാണ്. പിന്നെ മദർ ഇൻ ലോയും ടീച്ചറാണ്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാൻ എന്താ? പുള്ളിക്ക് ജോലിക്ക് വിടാൻ താല്പര്യം ഇല്ലാത്ത ഒരു ഇതാണ്. പുള്ളിയുടെ ഹസ്ബൻഡിന്റെ അമ്മയും ടീച്ചർ ആയതുകൊണ്ട് പിന്നെ ഫാമിലിയിൽ അത് ഒരിക്കലും ഇതായിരിക്കില്ല. കാരണം പുള്ളിക്ക് ആ ഒരു കൺസെപ്റ്റ് ഇല്ല ജോലിക്ക് എടുക്കാൻ. ഇപ്പോഴാണ് കൊച്ചുകഴിഞ്ഞ് വലുതായി, ഇനിയിപ്പോ വേണമെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോ അത് കാരണമാണ്. വൈഷ്ണവി. ഹായ് മാം. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് വൈഷ്ണവി എന്നാണ്. ഞാനിവിടെ എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. BA സാൻസ്ക്രിറ്റ് ആയിരുന്നു എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചിങ് എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ ആയിരുന്നു. പക്ഷേ വീട്ടിലെ കുറച്ച് സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് ഒരു 2 years ആയി. ഞാൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ടീച്ചിങ് ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഈ ഒരു കോഴ്സ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, ആള് ഓക്കെ പറഞ്ഞു. അങ്ങനെ ചേർന്നാണ്. പിന്നെ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാന്ന് പറയുമ്പോൾ അത് ഇച്ചിരി കൂടെ നല്ല കാര്യമാണ്. വലിയവരെ പഠിപ്പിക്കുന്നതിനേക്കാളും നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് കുഞ്ഞു മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അടുത്ത രമ്യ. രമ്യ. ഹലോ മാം. അനീഷ് കേട്ടോ. അനീഷ്.
എൻ്റെ പേര് രമ്യ അനീഷ് എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ അരങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ TTC കോഴ്സാണ് ചെയ്തത്. പിന്നെ എനിക്ക് ഹസ്ബൻഡ് പുറത്താണ്, കുവൈറ്റിലാണ്. അപ്പോൾ ഈ കോഴ്സിന് തിരഞ്ഞെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞുമക്കളെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഹസ്ബൻഡ് പുറത്തായതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡ് അടുത്തേക്ക് തന്നെ പോയിട്ട് ഞങ്ങൾക്ക് അവിടെ സെറ്റിൽ ആവാമെന്ന് ഓർത്തിട്ടാണ് പഠിക്കണത്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് കുഞ്ഞുമക്കളെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കേടാ. അനികിത. ഹലോ, ഗുഡ് മോർണിംഗ് മാം. അങ്കിത എന്റെ പേര്. ഞാൻ മാംഗ്ലൂർന്ന്. എന്റെ മലയാളം ഫ്ലുവന്റ് ഇല്ല, ആദ്യം ഞാൻ പറയാം. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, BC ആക്കിയിട്ടുണ്ട്. ഇപ്പോ ഇത് ആക്കാന് മെയിൻ റീസൺ എന്റെ വലിയ മോള് 6 years ആയി അവൾക്ക്. പിന്നെ ഹസ്ബൻഡ് വീട്ടിൽ വന്ന ഡിഗ്രി കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കാണ്ട് പിന്നെ അത് അവരെല്ലാരും പറഞ്ഞ മാതിരി ചെറിയ പിള്ളങ്ങളെ പഠിപ്പിക്കുന്നത് ഭയങ്കരല്ലോ. അപ്പൊ പിള്ളേർ വേഗം കണക്ട് ആവും. എന്റെ നാട്ടിലെ ഒരു ടീം തന്നെ ഉണ്ടെന്ന് പറയാ, ചെറിയ മക്കളതുണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ ഏട്ടൻ പറഞ്ഞു നിനക്ക് ടീച്ചിങ് ആക്കാം, ഏതെങ്കിലും കോഴ്സ് തന്നെ ജോയിൻ ആവും. അപ്പൊ ഇത് ഗ്രൂപ്പിൽ തന്നെ കിട്ടിയത് തന്നെ. അപ്പോ ഇതിലൊക്കെ അഡ്മിഷൻ ചെയ്തു ഞാൻ. സോ അങ്ങനെ അത്രേ ഉള്ളൂ. ഓക്കെ. എന്റെ നാട്ടിലാണോ മോൻ? നിങ്ങൾ ബാംഗ്ലൂർ സെറ്റിൽ ആണോ? ഇല്ല, ഞാൻ മാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. ഹസ്ബൻഡ് ഇവിടെ അമ്പലത്തറ, കാസർഗോഡ് ഡിസ്ട്രിക്ട്. കാസർഗോഡ്. ഓക്കെ. ഇപ്പൊ ഡെലിവറി 2 months ആയി. ഡെലിവറി ആയിട്ട് ചെറിയ ബേബി ഉണ്ട്. അങ്ങനെ അമ്മന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. 1 year ആയോണ്ട് വന്നു. പ്രഗ്നന്റ് ആകുമ്പോ ഇങ്ങോട്ട് വന്നത്. ഓക്കേടാ. ഞങ്ങള് മാക്സിമം ഇംഗ്ലീഷിൽ തന്നെയാണ് ലെക്ചേഴ്സ് ഒക്കെ പോകുന്നത്. ജസ്റ്റ് അത് മലയാളത്തിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം നമ്മളെ ടീമിൽ ചിലപ്പോ ബിലോ പ്ലസ് 2 ക്വാളിഫിക്കേഷൻ ഉള്ളവരും 10th ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഡിപ്ലോമയിൽ ഉണ്ടാവും. മോൻ മലയാളത്തിലും ക്ലാസ് എടുക്കും. അപ്പോൾ ഏതെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യണോ? അപ്പൊ തന്നെ ക്ലിയർ ചെയ്യണേ. ഓക്കെ മാം. മലയാളം മനസ്സിലാന്നോ? അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നത് മനസ്സിലാവും. റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രമേ മലയാളം ഒട്ടും വായിക്കാൻ അറിയുന്നില്ല. ഏകദേശം എല്ലാ ഫ്രണ്ട്സൊക്കെ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടോ ഞമ്മ. അപ്പൊ എന്റേത് ഒരേ ഇല്ലു, ആരും മലയാളത്തിൽ ടെക്സ്റ്റ് ആക്കല്ലേ എന്ന്. ഇതേ ഇല്ലു ഡെയിലി പ്രോസസ്. അപ്പൊ ഇപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സും. അപ്പൊ അത് പ്രശ്നമില്ല. മുണ്ടെനിക്ക് കുഴപ്പമില്ല. ഐ മീൻ അങ്ങനെ ഇത് വരുന്നത് ഓക്കെ മനസ്സിലാവുന്ന. റിപ്ലൈ ചെയ്യാനും പിന്നെ വായിക്കാനും അറിയുന്നില്ല, അത്രേ പ്രശ്നം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ലാംഗ്വേജ് മലയാളം. ഒന്ന് പഠിച്ചു നോക്കട്ടാ. ഓക്കെ മാം. ഇല്ല, ലാസ്റ്റ് ഇയർ കുഞ്ഞിനൊന്നിച്ചിട്ട് പഠിച്ചത് അക്ഷര പഠിച്ചിട്ടുണ്ടായി. ഇപ്പൊ ആദ്യം ഇങ്ങോട്ട് വന്നാലോ അവക്ക് ടച്ച് പോയി. കുഞ്ഞിനെ ഈടെ തന്നെ സ്കൂളിൽ ചേർത്തു. അപ്പൊ ഈടെ ഫസ്റ്റ് ലാംഗ്വേജ് കന്നഡ തന്നെ ആയി. അപ്പൊ അവള് ടച്ച് വിട്ടു. അപ്പൊ ആദ്യന്ന് രണ്ടാളിപ്പൊ ആദ്യന്ന് ആയി പഠിപ്പിച്ചു. ഞങ്ങളുടെ ലാംഗ്വേജ് അത്യാവശ്യം നല്ല ലാംഗ്വേജ് ആണ്. നല്ല ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇത്തിരി പാടാണ് പഠിച്ചെടുക്കാന്നുള്ളൂ. പക്ഷെ നല്ല കമ്മ്യൂണിക്കേഷൻ ഒക്കെ നല്ല ബെസ്റ്റ് ലാംഗ്വേജ് ആണ് ഞങ്ങളുടെ മലയാളം. അത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഹലോ മാം, എൻ്റെ പേര് അൻസി എന്നാണ്. ഞാൻ കൊല്ലം കടക്കലാണ് സ്ഥലം. പ്ലസ് 2 കഴിഞ്ഞിട്ട് BArch ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴായിരുന്നു കല്യാണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ പോകാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇപ്പൊ 3 വയസ്സായൊരു മോളുണ്ട്. അപ്പൊ അവളെ പഠിക്കാൻ വിട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ പഠിച്ചാലോ എന്നൊരു തോന്നൽ വന്നത്. അപ്പം ഉമ്മാക്കുള്ള കുടുംബശ്രീ ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ ഈ കോഴ്സിനെ പറ്റി അറിയുന്നതും ഇങ്ങോട്ടേക്ക് വന്നത്. ഹലോ മാഡം, എൻ്റെ പേര് സാന്ദ്ര. ഞാൻ എറണാകുളം ജില്ലയിലെ പള്ളിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. എൻ്റെ സ്വന്തം വീടാണ് അവിടെ. എന്നെ മാരേജ് ചെയ്ത് വിട്ടേക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ ഞങ്ങളിവിടെ ഒരു 5 മാസമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ എറണാകുളത്ത് ജോലി ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ പ്ലസ് 2 കഴിഞ്ഞിട്ട് ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സിനാണ് പോയത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ജോലി ആയിരുന്നു. ഒരു ടെലികോളിംഗ് സെന്ററിൽ ജോലിക്ക് ഒരു 4 വർഷത്തിന്റെ അടുത്ത് എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. അതുകൊണ്ട് പിന്നീട് പഠിക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് അവിടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അവിടെ കൃഷിയും
കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ഇങ്ങനെ ഒരുപാട് ആഡ് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ഇങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോ ഹസ്ബൻഡിനാണെങ്കിലും ഇങ്ങനെ പഠിക്കാനായിട്ട് ഇങ്ങനെ താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ ആള് പറഞ്ഞു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം താല്പര്യം ഉള്ളതുകൊണ്ട് എനിക്കും താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചേർന്നതാണ്. ഓക്കേടാ. എനിക്ക് ഭയങ്കര ടെൻഷൻ ഇങ്ങനെ പറയാനായിട്ട്, അതാണ് ഒരു വിറയിൽ വന്നത്. ഇല്ല, കാരണം നമ്മളിങ്ങനെ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ, ഇപ്പൊ ഒരു 70 പേര് ഞാനടക്കം 70 പേരേ ഉള്ളൂ നമുക്ക്. നിങ്ങൾ ഈ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ. അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഞങ്ങൾ ഇവിടെ തരും. കാരണം നാളെ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളൊരു ക്ലാസ്സിൽ പോയിട്ട് അത്രയും കുട്ടികളുടെ മുമ്പിൽ നിന്ന് ക്ലാസ് എടുക്കേണ്ട ടീച്ചേഴ്സാണ്. നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു കോഴ്സ് തുടങ്ങി ഒരു 6 മാസത്തിനുള്ളിൽ ഈ ടെൻഷനൊക്കെ മാറി നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആവും. എനിക്ക് ഇഷ്ടമാണ് ടീച്ചിങ്, എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ ഇതിനു മുന്നേ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് അതിനുള്ള ഇത് പറ്റിയില്ലായിരുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. ഒരാള് നഴ്സറിയിൽ പോകുന്നു, ഒരാൾക്ക് 1.5 വയസ്സ് ആയി. ഓക്കേടാ, ശരി, താങ്ക് യു. താങ്ക് യു. ശ്രീലക്ഷ്മി. ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് ശ്രീലക്ഷ്മി മധു. ഇടുക്കിയില് മൂന്നാറാണ് സ്ഥലം. പിന്നെ ഒരു ഡിസൈനറാണ്, സ്വന്തമായിട്ട് ഒരു ബൊട്ടീക്ക് ഉണ്ട്. അപ്പം ഒരു മോളുണ്ട് 2 വയസ്സുള്ള. അപ്പൊ അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനാണ് ഈ കോഴ്സിന് ചേർന്നത്. വെരി ഗുഡ്. ഓക്കേടാ. അപ്പോ അഞ്ജുമോൾ. ഹായ് മാം, എൻ്റെ പേര് അഞ്ജു. ഞാൻ കോഴിക്കോട് ജില്ലയിലെ നൂറാന്തോട് അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹലോ മാം, ഇത് എടുക്കാൻ കാരണം എനിക്കൊരു 6 വയസ്സുള്ള മോളാണുള്ളത്, ഇളയത്. അപ്പം ഞാൻ കമ്പ്യൂട്ടർ +2 കഴിഞ്ഞതാണ്, കമ്പ്യൂട്ടർ CTTC കഴിഞ്ഞതാണ്, അബാക്കസ് ട്രെയിനിങ് കഴിഞ്ഞതാണ്. അപ്പം അന്ന് മോള് ചെറുതായിരുന്നത് കൊണ്ട് എനിക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ അക്ഷയ സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് മോളുണ്ടാകുന്നതിന് മുന്നേ. അപ്പം പിന്നെ ഇനി മോളുണ്ടായി കഴിഞ്ഞപ്പോൾ മോള് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം ഈ ഒരു കോഴ്സും കൂടി എടുത്താൽ എനിക്ക് കൂടുതലായിട്ട് സ്കൂളിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ കോഴ്സാകുമ്പോൾ മോളുടെ കൂടെ ഒന്നിച്ച് പോയി മോളുടെ കൂടെ തന്നെ തിരിച്ചു പോരാലോ. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വേറൊരു ജോബ് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ മോൾക്ക് ഫ്രീ ഉള്ളപ്പോൾ എനിക്ക് ഫ്രീ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ മോളുടെ കൂടെ കൂടുതൽ ടൈം ഇരിക്കാൻ എനിക്ക് പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൽ കൊണ്ട് കുട്ടികളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ, അവരുടെ മനസ്സെന്താണ്, ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്താണെന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കേടാ, താങ്ക് യു. മുബീന. ഓക്കെ. ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, എൻ്റെ പേര് മുബീന. ഞാൻ കൊല്ലം ജില്ലയിൽ കുണ്ടറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു GD എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിംസ് ഹോസ്പിറ്റലിൽ 1.5 വർഷത്തോളം OPD സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ സ്റ്റിച്ചിങ് പഠിച്ചു. പിന്നെ ഈ കോഴ്സിനെ പറ്റിയിട്ട് അറിഞ്ഞപ്പോൾ ഇതിനോട് ഇൻട്രസ്റ്റ് തോന്നി. അപ്പൊ പിന്നെ അങ്ങനെ ചേർന്നു. ഓക്കേടാ. രശ്മി. താങ്ക് യു. താങ്ക് യു. രശ്മി. ഹലോ. ഓക്കെ രശ്മി, പറഞ്ഞോടാ. രശ്മി. ഹലോ. പറഞ്ഞോടാ. എന്റെ പേര് രശ്മി. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. കൊട്ടാരക്കര. എന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ M.Tech ആണ് ഞാൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഞാൻ 3 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കുണ്ടറയില് ലെക്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ റിസൈൻ ചെയ്തിട്ട് 2 വർഷമായി. കാരണം വെച്ചാൽ എനിക്കൊരു മോനാ ഉള്ളത്, അവൻ 6 വയസ്സായി. അപ്പൊ അവൻ കൊറോണ ടൈമില് ജനിച്ച കുട്ടിയാ. അപ്പം നമ്മൾ കുറച്ചൊക്കെ ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ ആയതുകൊണ്ട് അവന് ഒരു സ്പീച്ച് ഡിലേയുടെ പ്രശ്നം വന്നു. അപ്പൊ അവനെ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകണമായിരുന്നു.
അപ്പൊ ആരെങ്കിലും ഒരാൾ അവന്റെ കൂടെ, പേരൻസിന് ആരെങ്കിലും ഒരാൾ അവന്റെ കൂടെ നിന്നേ പറ്റത്തുള്ളായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തത് കൊണ്ട് എനിക്ക് ജോലി റിസൈൻ ചെയ്തിട്ട് കുഞ്ഞിനെയും കൊണ്ട് സ്പീച്ച് തെറാപ്പിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ഇപ്പം പക്ഷെ അവൻ ഓക്കെ ആയി, ഇപ്പൊ സ്കൂളിൽ പോകുന്നുണ്ട്, UKG-ലായി. UKG മോണ്ടിസോറിയിൽ സ്കൂളിൽ തന്നെ അവൻ പഠിക്കുന്നത്. അപ്പൊ അവൻ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ ഈ കോഴ്സിന് ചേരാൻ ഒന്നാമത്തെ കാര്യം എനിക്ക് അവനെ പഠിപ്പിക്കണം, അവന്റെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പം ഒരു വലിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന രീതി ആയിരിക്കത്തില്ല എന്തായാലും നമ്മൾ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് അവന്റെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഈ കോഴ്സിന് ചേർന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്കിനി ഒരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് പോയി അവൻ തിരിച്ചു വരുന്ന സമയത്ത് വരത്തക്ക രീതിയിലൊരു ജോലിക്ക് വേണം എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് ഞാൻ തെരഞ്ഞെടുത്തത്. എനിക്ക് അങ്ങനെ ഒരു ജോലിക്ക് ഇനി പോകണം, കാരണം ഇത്രയും പഠിച്ച് നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അതൊരു വിഷമം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അതിനും കൂടെ മെയിൻ ആയിട്ട് എന്റെ മോന് വേണ്ടിയും പിന്നെ എനിക്ക് ഒരു സന്തോഷത്തിന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് തെരഞ്ഞെടുത്തത്. താങ്ക് യു. ഓക്കെ, ബേബി അൻസൂറ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ എറണാകുളം ജില്ലയിൽ പൂയംകുട്ടിയിലാണ് താമസിക്കുന്നത്. 2 മക്കളുണ്ട്. +2 കഴിഞ്ഞ് ചുമ്മാ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത്, ജോയിൻ ചെയ്തത്. ഒരു മിനിറ്റ്, മോന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? +2 കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞായിരുന്നു. ഓക്കെ 2 മക്കളുണ്ട്. 10 വയസ്സായ 7 വയസ്സായ 2 മക്കളുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ജസീമ. ഓക്കെ, നവമി. യെസ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് നല്ല കോൾഡ് ഉണ്ട്, അതുകൊണ്ട് സൗണ്ട് ശരിയായിരിക്കില്ല. എന്റെ പേര് നവമി. ഞാൻ തൃശ്ശൂര് പൂമലയിലാണ് താമസിക്കുന്നത്. ഞാൻ ക്വാളിഫിക്കേഷൻ BBA ആണ്. BBA കഴിഞ്ഞിട്ട് ഞാൻ ഇൻഫോയിലായിരുന്നു. ഇൻഫോയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മോനൊക്കെ ആയപ്പോ പിന്നെ പോവാൻ പറ്റിയില്ല. അവിടെ 3 ഷിഫ്റ്റ് ഉണ്ട്. മോന്റെ കാര്യം ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ജോലി റിസൈൻ ചെയ്യുമായിരുന്നു. പിന്നെ ജോലിക്കൊന്നും പോയിട്ടില്ല. ഇപ്പൊ മോന് 7 വയസ്സായി. ഇപ്പൊ കുറെ നാളായി ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്തായാലും ഒരു ജോലി വേണം. പക്ഷെ മോന്റെ അടുത്താണെങ്കിൽ വേറെ ആരും ഇല്ല ആക്ച്വലി അവനെ നോക്കാൻ. അപ്പൊ എനിക്ക് പറ്റിയൊരു ജോലി എന്ന് പറഞ്ഞാൽ അവന്റെ സ്കൂൾ ടൈമിലുള്ള ഒരു ജോലി എനിക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തത്. അപ്പൊ ഇതാവുമ്പോ അവന്റെ സ്കൂൾ ടൈമും എന്റെ ജോലി ടൈമും ഒരേ ടൈം ആയിരിക്കുമല്ലോ. അപ്പോ അതിനു വേണ്ടിയിട്ടാ ജോയിൻ ചെയ്തത്. താങ്ക് യു. ഓക്കെ. ഷഹാന. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയില് പട്ടാമ്പിയിലെ വിളയൂർ എന്ന് പറയും ആ സ്ഥലത്താണ്. ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 10ാം ക്ലാസ് ഒക്കെ ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു അംബീഷൻ ഉണ്ടാവുമല്ലോ നമുക്ക്. അന്ന് മുതലേ തീരുമാനിച്ചതാണ് ഒരു ടീച്ചർ ആവണം എന്നുള്ളൊരാഗ്രഹം. പിന്നെ അത് +2 കഴിഞ്ഞ് അപ്പോൾ +2 കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞു. അപ്പം അത് നേടിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്നാലും അത് വിട്ടില്ല. പക്ഷെ പെട്ടെന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ ഇപ്പൊ 3 മക്കളുണ്ട്, പെൺകുഞ്ഞുങ്ങളാണ്. 3 ആളും പെൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരെ നോക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് പോവാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അവരെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയത് തന്നെ വലിയൊരു സന്തോഷം എനിക്ക് ഉണ്ടാക്കി. അപ്പൊ പെട്ടെന്ന് ഒന്നും ആലോചിച്ചില്ല, പിന്നെ അങ്ങോട്ട് ജോയിൻ ചെയ്തു. ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരു ടീച്ചറായിട്ട് എല്ലാവരും മുന്നിൽ ഒന്ന് അഭിമാനം നേടണം എന്നുള്ളൊരു സന്തോഷം ആണ്. സന്തോഷം കൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ വയ്യ. ഓക്കെ, ഞാൻ നിങ്ങളോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങളെ പോലെ തന്നെ എന്താണ് PG കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഫീൽഡായിരുന്നു, ടീച്ചിങ് ഫീൽഡ് അല്ല, അക്കൗണ്ട്സ് ഫീൽഡായിരുന്നു. സോ ഇതേപോലെ തന്നെ എല്ലാവരെ പോലെ തന്നെ മാരേജ് ഒക്കെ കഴിഞ്ഞ് വീട്ടില് പിന്നെ ജോലിക്കൊന്നും ശ്രമിച്ചില്ല. അപ്പൊ എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. ഭയങ്കര പഠിച്ചിട്ട് നമ്മള് ആ ജോലിക്കൊന്നും പോയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം ഒരു 5-6 വർഷം
ബാക്ക് ഉണ്ടാവും. ഒരുപാട് വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. ആദ്യം കുഞ്ഞി പിള്ളേര് 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കുട്ടികളെയാണ് ട്യൂഷൻ എടുക്കാനായിട്ട് കിട്ടിയത്. സോ ഞാനവിടെ പഠിപ്പിച്ചു. ആ സമയത്ത് എനിക്ക് ഭയങ്കര അവർക്ക് മാർക്ക് കിട്ടുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായി. അവരുടെ പാരന്റ്സ് ഒക്കെ വന്നു നമ്മളോട് എന്താ പറയുന്നത്, ആ മോളെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, അവർക്ക് ഇത്രയും നാള് ഉള്ളതിനേക്കാളും നല്ല മാർക്കാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോ അവര് മാർക്ക് വാങ്ങിക്കുമ്പോൾ എനിക്കെന്തോ ഞാൻ മുമ്പ് ഡിഗ്രിയിലും അതേപോലെ PG-യിലൊക്കെ മാർക്ക് സ്കോർ ചെയ്തിരുന്ന സമയത്ത് കിട്ടുന്ന അതേ സന്തോഷം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ദെൻ ഞാൻ മനസ്സിലാക്കി, സോ എന്റെ ഫീൽ ചെയ്ത് അതല്ല ടീച്ചിങ് ആണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കി ഞാൻ അവിടെ നിന്ന് എന്റെ പാഷനെ ഞാൻ ഫോളോ ചെയ്ത് തുടങ്ങി. ചെറുപ്പത്തിലെ കല്യാണത്തിന് മുമ്പേ ഞാൻ വീട്ടിലൊക്കെ ട്യൂഷൻ എടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് +1 +2 കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നതിന് ശേഷം കുഞ്ഞു കുട്ടികൾക്കാണ് ഞാൻ ആദ്യം ട്യൂഷൻ എടുത്ത് തുടങ്ങിയത്. ഈ കുഞ്ഞു കുട്ടികൾ ട്യൂഷൻ എടുക്കാനായിട്ട് അപ്പൊ ഭയങ്കര ഇഷ്ടമായി. സോ ഞാൻ അങ്ങനെ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നു. പിന്നെ നമുക്കൊരു അഭിമാനമാണ്, കാരണം ടീച്ചർ ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു സൊസൈറ്റിയിൽ ഒരു പ്രത്യേക വില കിട്ടും നമുക്ക്. ഞാൻ ടീച്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ടീച്ചർ ആണെന്ന് പറയുമ്പോൾ നിങ്ങളെ സൊസൈറ്റി നമുക്ക് എല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യും. എന്നെ ആ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ടീച്ചറാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിപ്പിക്കാൻ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോകുന്നുണ്ട് ക്ലാസ് എടുക്കാനായിട്ടൊക്കെ പറയുമ്പോൾ അവിടെ ഭയങ്കര ഒരു അഭിമാനമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആദ്യം ജോലിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് നമുക്ക് പറയാനൊരു ഓപ്ഷൻ കിട്ടി. എന്താണ്, ഞാനിപ്പോ ടീച്ചറാണ്, വർക്ക് ചെയ്യാണ് എന്ന് പറയുമ്പോൾ ടീച്ചറാണല്ലേ, ഇത് നമ്മൾ അവരെ കാണുമ്പോൾ റെസ്പെക്ട് ആണ്. സോ ഇനി ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു റെസ്പെക്ട് കിട്ടും. കാരണം നമ്മളുടെ ഫീൽഡിന് ഒരു പ്രത്യേകതയുണ്ട്. എത്ര നാള് കഴിഞ്ഞാലും ആ ഫീൽഡിൽ എന്താണ്, ഈ ഫീൽഡിന്റെ പ്രത്യേകതയാണ് ഭയങ്കര നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് എൻജോയ് ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റും. സോ നിങ്ങൾക്കൊക്കെ അത് പറ്റട്ടെ. അതേപോലെ ടീച്ചറായിട്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോ ശ്രീലക്ഷ്മി ട്ടാ, ഷഹാന പറഞ്ഞത് ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ്. ശ്രീലക്ഷ്മി ട്ടാ. ഹായ് മാം. ശ്രീലക്ഷ്മി എന്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് വീട്. പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് പഞ്ചാബിലാണ്. ഡിഗ്രി കഴിഞ്ഞു. MSc അഡ്മിഷൻ എടുക്കാൻ ആ സമയത്തായിരുന്നു കല്യാണം. അതിനുശേഷം ഹസ്ബൻഡ് ആർമിയിലാണ്. അപ്പൊ ഇന്ത്യ കറങ്ങാൻ വേണ്ടി ഹസ്ബൻഡിന്റെ കൂടെ പോയതാ. പിന്നെ ഇതുവരെ നാട്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഒരു കമ്പ്യൂട്ടർ പ്ലസ് PSCക്ക് ക്ലാസ്സിന് പോയതുകൊണ്ട് കമ്പ്യൂട്ടർ ആയിട്ട് ഇപ്പൊ ആർമി സ്കൂളിൽ ഒരു ഇടയ്ക്ക് പോയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും ഞാൻ പോകുന്നില്ല. ഇപ്പൊ നാട്ടിൽ വരാനുള്ള പോസ്റ്റിംഗ് വന്നു. അതുകൊണ്ട് പഠിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാ. ഹലോ മാം, എൻ്റെ വീട് കോട്ടയം ജില്ല കാഞ്ഞപ്പള്ളിയാണ്. അപ്പം ഞാൻ +2 ഫുള്ള് പോയില്ല, പകുതി വരെ പോയുള്ളൂ. പിന്നെ പോകാൻ പറ്റില്ല. പിന്നെയാണ് ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞത്. പിന്നെ ഇങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്ക് ഇത് പഠിക്കണമെന്ന് തോന്നി, അങ്ങനെയാണ് ഇത് എടുത്തത്. പിന്നെ പോയില്ല. വീട്ടിലെ സാഹചര്യം കുറച്ച് ഇതായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് +2 എഴുതിയെടുക്കാൻ പറ്റും കേട്ടോ. ഡിസ്റ്റന്റ് ആയിട്ടൊക്കെ നമുക്ക് കോഴ്സ് എഴുതിയെടുക്കാൻ പറ്റും. കാരണം നമുക്ക് ക്വാളിഫിക്കേഷൻ +2 ഉള്ളത് നല്ലതാണ് നിങ്ങൾക്ക്. അപ്പോ പറ്റാണെങ്കിൽ ഒരു 6 months കോഴ്സ് നാഷണൽ സിലബസിലായാലും 6 months കോഴ്സ് എടുത്ത് +2 എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമുക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അമീഷ മാം, എന്റെ പേര് അമീഷ. ഓക്കെ, അമീഷ. സ്ഥലം ട്രിവാൻഡ്രത്ത് വെമ്പായം. പഠിച്ചത് ഡിഗ്രിയാണ്, BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. 2 കുട്ടികളുണ്ട്. പിന്നെ വേറെ കുറെ നാളുകൊണ്ട് നോക്കുന്നു മാം, ഒരു ഓൺലൈൻ ക്ലാസ് ടീച്ചിങ് പ്ലാറ്റ്ഫോം നോക്കുന്നുണ്ട്. അങ്ങനെ ആഡൊക്കെ കണ്ടു. പിന്നെ ഒരു ഫ്രണ്ട് കോണ്ടാക്ട് ചെയ്താണ് ഇപ്പൊ ക്ലാസ് ജോയിൻ ചെയ്തത്. ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ വേറെ നോക്കിയില്ല, നേരെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ ഹാപ്പിയാണ്. പിന്നെ വേറെ ഒന്നുമില്ല മാം. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഹായ് മാം. പേരെന്താടാ? ഷോണിമ.
കറക്റ്റ് ആണ്. ഓക്കെ. Yeah. ഞാൻ കണ്ണൂരാണ്. ഇപ്പോ ദുബായിൽ സെറ്റിൽഡ് ആണ്. 7 years ആയി ഇവിടെയാണ്. ഹസ്ബൻഡും മോനുണ്ട്. മോൻ ഇപ്പൊ 5 years ആയി. KG1 ഇവിടെ ജോയിൻ ചെയ്തു. അപ്പോ ജ് ഒന്ന് ഫ്രീ ആയി നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ഇപ്പാണ് എനിക്കൊന്ന് സെറ്റ് ആയത്. ഇവിടെ ജോലി മുന്നേ ചെയ്തിരുന്നു. മോനായിട്ട് പിന്നെ നോക്കിയിട്ടില്ല. പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് റെസ്റ്റിലൊക്കെ ആയിപ്പോയി. അപ്പൊ പിന്നെ ജോലി വിട്ടു. അപ്പൊ മോനൊന്ന് ഒന്ന് സെറ്റിൽഡ് ആയി അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയപ്പോ വീണ്ടും എവിടെയെങ്കിലും ജോയിൻ ചെയ്യണം എന്നുള്ളൊരു മനസ്സായിരുന്നു. ബേസിക്കലി ടീച്ചിങ് എന്റെ ഒരു മനസ്സിൽ ഉണ്ടായിട്ടില്ല ഈ കാര്യം. പിന്നെ എന്റെ കസിൻ ഇപ്പൊ ബാംഗ്ലൂരുണ്ട്. അപ്പൊ അവൾ ഇവിടെ കോഴ്സ് ചെയ്തിട്ട് ഇപ്പൊ ജോലിക്ക് കയറിയിട്ടുണ്ട്. കീർത്തനാണ് പേര്. അപ്പോ അവളാണ് ഇതിനെപ്പറ്റി പറഞ്ഞു തന്നത്. ഓക്കെ. സ്റ്റുഡന്റ് ആണ് കേട്ടോ. MT5 കിട്ടിയ എനിക്കറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവളാണ് ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് മോനും അവനെയും മാനേജ് ചെയ്യണം. കാരണം ഇവിടെ ഹസ്ബൻഡും ഞാനും മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇല്ല. ഒരു സപ്പോർട്ട് നോക്കാനോ ആരും ഇല്ല. അപ്പോ ഇതൊരു നല്ല പ്രൊഫഷൻ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ കുട്ടികളെ മാനേജ് ചെയ്യാൻ കുറച്ച് എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. അവരെ ഒരു എന്റർടൈൻ ചെയ്യാനും അങ്ങനെയൊക്കെ. അപ്പൊ ബേസിക്കലി ടൈം ഷെഡ്യൂൾ ആയിരുന്നു മെയിൻ ജോലി നോക്കുന്നതിൻ്റെത്. അവൻ വരുന്നതിന്റെ ആ ഒരു സമയം ഇപ്പൊ എല്ലാരും പറഞ്ഞതുപോലെ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യണം. വീട്ടുകാരെയും നോക്കണം, മോനെയും നോക്കണം. അങ്ങനെ ആ ഒരു മൈൻഡിലായിരുന്നു ജോയിൻ ചെയ്തത്. അപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോം നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ. താങ്ക് യു. താങ്ക് യു മാം. ആതിര കേട്ടോ. ആതിര കിരൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ആതിര. ഞാൻ കൊല്ലത്താണ് വീട്. കൊല്ലത്ത് കൊട്ടാരക്കര. ഞാൻ +2 കഴിഞ്ഞ് പിന്നെ ആയുർവേദ നഴ്സിംഗ് പഠിക്കാൻ പോയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ബാംഗ്ലൂരാ ജോലിക്ക്. അന്നേരം ബാംഗ്ലൂർ ഒരു 2 വർഷം ജോലി ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആലപ്പുഴ ഒരു 3 വർഷം ജോലി ചെയ്തു. അപ്പോഴത്തേക്ക് പിന്നെ കല്യാണമായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഒരു കൊച്ചുണ്ട്. സോറി മാം. അന്നേരം 3 വയസ്സായപ്പോ കൊച്ചിപ്പോ അംഗൻവാടി പോകാൻ തുടങ്ങി. അന്നേരം ഇപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു പഠിക്കാൻ വേണ്ടിയുള്ളൊരു സമയം കിട്ടിയത്. ഇനി എന്തായാലും മറ്റേ ജോലിക്ക് പോകണമെന്നൊരു താല്പര്യമില്ല. അപ്പൊ ഇത് പഠിച്ചിട്ട് ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പൊ ഹസ്ബൻഡിന്റെ കൂടെ ഗൾഫിൽ പോകാൻ വേണ്ടിയാണ് ഇത് പഠിക്കാൻ ചേർന്നത്. ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു. ലിൻജു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ലിൻഡു. എറണാകുളം ജില്ലയിലെ വേങ്ങൂരാണ് വീട്. എനിക്ക് 2 കുട്ടികളാണ്. മൂത്ത ആള് LKG പഠിക്കണു, ഇളയ ആള് നഴ്സറിയിലാണ്. പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ TTC കഴിഞ്ഞതാണ്, ഡിപ്ലോമ ലാബ് കഴിഞ്ഞതാണ്, ഡിഗ്രി BA ലിറ്ററേച്ചർ കഴിഞ്ഞതാണ്. TTCയിലേക്ക് എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ അത് നല്ലൊരു പ്രൊഫഷനാണ്. നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം നമ്മുടെ ജോലിക്ക് എന്നും എവിടെ ചെന്നാലും ഒരു അഭിമാനമുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ എനിക്കും TTC ടീച്ചർ ആവണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ TTC എടുത്തത്. TTC എടുത്തു കഴിഞ്ഞപ്പോൾ കേട്ടറ്റ് വേണമെന്ന് നിർബന്ധമാക്കിയതുകൊണ്ട് ഇപ്പൊ 2 പ്രാവശ്യം എഴുതിയിട്ടും കേട്ടറ്റ് കിട്ടിയില്ല. അപ്പോഴാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഞാൻ 2-3 പേരോട് ചോദിച്ചു ഈ കോഴ്സിനെ പറ്റി. അപ്പൊ എല്ലാവരും പറഞ്ഞു നല്ല കോഴ്സാണ്, നല്ല സ്കോപ്പ് ഉള്ളതാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. താങ്ക് യു. താങ്ക് യു. അഞ്ജു. ഹലോ മാം, ഗുഡ് ആഫ്റ്റർനൂൺ. മാം, എനിക്ക് 43 വയസ്സുണ്ട്. ഞാൻ ഇപ്പോഴാണ് 10th ജില്ലാ മിഷൻ വഴി എഴുതി പാസ്സായത്. എന്നിട്ട് ഞാൻ +2 ചേർന്നിട്ടുണ്ട്. സൺഡേ മാത്രമേ ഉള്ളൂ ക്ലാസ്. പക്ഷെ എനിക്കൊരു ജോലി ഉള്ളൊരു താല്പര്യത്തിലാണ് ഞാൻ ഇരുന്നേച്ചത്. അപ്പൊ ഇങ്ങനെ എനിക്ക് കുടുംബശ്രീ വഴിയാണ് അതിലുള്ള ഒരു CDS മാം ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഇതിട്ട് തന്നത്. ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പൊ 10th പാസ്സായതുകൊണ്ട് ഇതിൽ കിട്ടൂന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിലൊരു മാമിനെ കോണ്ടാക്ട് ചെയ്ത് വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് ചേരാൻ പറ്റും, എനിക്കിത് പഠിച്ച്
എനിക്ക് ഇതിലൂടെ എനിക്കൊരു ജോലി കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ജോയിൻ ചെയ്തത്. എനിക്ക് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 2 മക്കളാണ്. മോള് PG കഴിഞ്ഞു, മോൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. എൻ്റെ ഇക്കാക്ക് ടൈലിന്റെ വർക്കാണ്. അപ്പൊ എനിക്ക് എൻ്റെ ഇക്കാടെ മക്കളെ എല്ലാവരും സപ്പോർട്ടോടു കൂടി തന്നെയാണ് ഇതിൽ ഞാൻ ജോയിൻ ചെയ്തത്. അവരെല്ലാവരും എന്നോട് പറഞ്ഞ് ഇതിൽ പഠിച്ച് നിനക്ക് പഠിക്കാൻ പറ്റും, നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ച് ഇതിൽ നിനക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഞാൻ സന്തോഷത്തോടു കൂടി ഇതിൽ ജോയിൻ ചെയ്തു മാം. ഓക്കേടാ. മോൻ +2 കംപ്ലീറ്റ് ചെയ്യണോ കേട്ടോ? ഓക്കെ മാം. അത് നമുക്ക് ഭാവിയിലേക്ക് അത് ആവശ്യം വരും. കാരണം നമുക്ക് ചില ജോബിലേക്ക് പോകുമ്പോൾ മോണ്ടിസോറി ആയിട്ട് ചെയ്യുമ്പോൾ CBSE സ്കൂളുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളായിരുന്നു നോക്കുന്നത്. അപ്പൊ അവർ നോക്കുമ്പോൾ +2 ആൻഡ് മോണ്ടിസോറി എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ 10ാം ക്ലാസ് അല്ലെങ്കിൽ തുല്യതാൻ മോണ്ടിസോറി എന്ന് പറയുമ്പോൾ അവർ അത്രയും പ്രിഫറബിൾ ആയിരിക്കില്ല. സോ +2 കംപ്ലീറ്റ് ചെയ്യണം. കേട്ടല്ലോ? ഓക്കെ മാം, ഞാൻ എന്തായാലും കംപ്ലീറ്റ് കൊണ്ടുപോകണം. ഓക്കെ ഓക്കെ മാം. ഹലോ മാഡം. ഹലോ മാഡം, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. എൻ്റെ പേര് അജിത എന്നാണ്. ഞാൻ കണ്ണൂർ ചെമ്പേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞതാണ്. പിന്നെ നേഴ്സിങ്ങിന് പോയതാണ്. GNM ചെയ്ത ആളാണ്. നാട്ടിൽ തന്നെ, എൻ്റെ നാട് തിരുവല്ലയാണ്. അപ്പോൾ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ 2 പേരായി. മൂത്ത മോൾക്ക് 7 വയസ്സുണ്ട്, ഇളയത് 2 വയസ്സുമുണ്ട്. അപ്പോൾ പിന്നെ വീട്ടിലെ സാഹചര്യം കൊണ്ട് പിന്നെ ജോലിക്കും ഒന്നും പോകാൻ പറ്റിയില്ല. പിന്നെ പണ്ട് മുതലേ ഒരു ആഗ്രഹം മനസ്സിൽ, പണ്ട് വീട്ടിൽ നിൽക്കുമ്പം അയൽവക്കത്തെ ഒരു ചേട്ടൻ വന്നതിനോട് ചോദിച്ചു എന്താ ആഗ്രഹം ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ടീച്ചറാകാൻ ആഗ്രഹം. പക്ഷേ വീട്ടിലെ സാഹചര്യം കൊണ്ട് നേഴ്സിങ്ങിന് വിട്ടു. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തു. അവിടെ തന്നെ എനിക്ക് ജോലി കുറച്ച് നാൾ ചെയ്തു, 6 മാസം ചെയ്തു. പിന്നെ കല്യാണമായി, പിന്നെ ഇപ്പം കുഞ്ഞുങ്ങളായി. ഇപ്പം വേറെ ആരും ഇല്ല. അപ്പം ഞങ്ങൾ 4 പേരേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ പിന്നെ ഓർത്ത്, പിന്നെ മോളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് പോയിക്കൂടാ എന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ജോലി എടുക്കുമ്പോൾ രാവിലെ പോയിട്ട് വരാം, കുഞ്ഞുങ്ങളെ നോക്കാം. പിന്നെ നേഴ്സിങ്ങിൻ്റെ ജോലിക്ക് പോയാലും നൈറ്റ് ഡ്യൂട്ടി, ഈവനിങ് ഡ്യൂട്ടി ഇതൊന്നും നടക്കുകയില്ല. കുഞ്ഞു പിള്ളേരാ, പെൺപിള്ളേരാ, വേറെ ആരും അങ്ങനെ നോക്കാനും ഇല്ലാത്തതുകൊണ്ട് ഞാനപ്പം ഇനി ചേട്ടായിട്ട് പറഞ്ഞു, അങ്ങനെ ഇതിൽ ജോയിൻ ചെയ്തു. ഇപ്പം എനിക്ക് നല്ല സന്തോഷമുണ്ട്. താങ്ക് യു മാം. ഹലോ മാം, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ പാലക്കാട് കൊടുവായൂർ എന്നുള്ള സ്ഥലത്താണ്. എൻ്റെ അങ്കിളാണ് എനിക്ക് ഈ കോഴ്സ് റെഫർ ചെയ്തത്. ഞാനിപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് MA ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സ് കണ്ടപ്പോൾ നല്ലതാണ് തോന്നി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ ട്രെയിനിങ് ഒക്കെ ഇപ്പം കഴിഞ്ഞു. അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവളും പറഞ്ഞു നല്ലതാണ് പറഞ്ഞു. അപ്പോൾ ഈ MA നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണോ? അല്ല, അവള് കാസർഗോഡാണ് ചെയ്തത്. ഞാൻ സ്ഥലം നേറ്റീവ് കാസർഗോഡാണ്. ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അക്കൗണ്ടന്റ് ആയിട്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അത് നിർത്തേണ്ടി വന്നു. ഇപ്പോൾ ഒരു ജോലിയും പിന്നെ MAയുടെ ഒപ്പം ഇതും കൂടി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിലാണ് ജോയിൻ ചെയ്തത്. താങ്ക് യു മാം. ഉണ്ണിമേരി. ഹലോ മാം, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഉണ്ണിമേരി. ഞാൻ ഇടുക്കി ജില്ലയിൽ മറയൂർ എന്ന സ്ഥലത്ത് താമസിക്കുകയാണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ വന്ന് BCom ടാക്സ്, പിന്നെ NTTC എടുത്തു. എനിക്ക് 2 കുട്ടികളുണ്ട്, 2 പെൺപിള്ളേരാണ്. എനിക്ക് കുഞ്ഞിലേ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ടീച്ചർ ആകണമെന്ന്. പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. 4-5-6 വർഷമായിട്ട് ഓരോരോ സ്കൂളിലായിട്ട് കയറി ഇറങ്ങുന്നുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ടീച്ചർ ആകണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി തന്നെ NTTC പഠിച്ചു. പക്ഷെ NTTC വെച്ച് പറ്റിയില്ല. അപ്പോൾ സ്കൂളിൽ എങ്ങനെയും 4 വർഷമായിട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കുക ഓരോ സ്കൂളായിട്ട് ഇങ്ങനെ ടീച്ചർ ആകണമെന്നും പറഞ്ഞു. പക്ഷെ ഇതുവരെ ഒരു സ്ഥലത്തും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് പുറകോട്ടാ. ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്രയ്ക്ക് വശമൊന്നുമില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ഇംഗ്ലീഷ് പഠിക്കണം, പിന്നെ ടീച്ചർ ആകണം എന്നൊരു ആഗ്രഹത്തോടെ ഈ കോഴ്സിൽ ചേർന്നതാ. നമുക്കിവിടെ ജോബ് സാറ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത്. സാറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ജോബ് സാർ അങ്ങനെയല്ലേ കയറിയിട്ട് MTയില് സാർ കയറിയോ കഴിഞ്ഞ ദിവസം? കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു.
ജോബ് സാർ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഞങ്ങൾക്ക് പോലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജോബ് സാറിന്റെ അടുത്ത് ചോദിക്കാറ്. സോ ഒരുപാട് കുട്ടികൾ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട് ജോബ് സാറിന്റെ. നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക സാറിനെ. കാരണം നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താണ് ഇംഗ്ലീഷ് സ്ട്രോങ് ആക്കണം. നമ്മുടെ ഫീൽഡിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് വേണ്ടത് ഇംഗ്ലീഷാണ്. അത് വിചാരിച്ച് നിങ്ങൾ പേടിച്ചൊന്നും പോകണ്ട. നമുക്ക് ത്രൂ ഔട്ട് 1 year ഉണ്ട് നമുക്ക് ബേസ് ചെയ്ത് എടുക്കാനായിട്ട്. ബേസിക് മുതൽ സാറ് അവിടെ നിങ്ങൾ പെർഫെക്റ്റ് പേഴ്സൺസ് ആക്കും. ആ പേടി നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളോ അതൊന്നും ഇല്ലാത്തൊരു നല്ല പേഴ്സൺസ് ആക്കി മാറ്റാനായിട്ട് സാറ് നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോ സോ സാറിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ശ്രീദേവി. ശ്രീദേവി മാം, നിങ്ങളുടെ വോയിസ് ക്ലിയർ ഇല്ല മാം. എന്റെ വോയിസ് ക്ലിയർ അല്ല? ഓക്കെ ആണോ? ഹാ മാം. ഓക്കെ, ശ്രീദേവി. അഭിരാമിക്ക് മാം ഇതുവരെ പറഞ്ഞത് എന്താന്ന്, ജോബ് സാറിന്റെ കാര്യം എന്താന്നും മനസ്സിലായില്ല മാം, വോയിസ് ക്ലിയർ ഇല്ലാത്തോണ്ട്. അവർക്ക് ഇംഗ്ലീഷ് കുറച്ച് വീക്കാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ജോബ് സാർ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാറാണ്. അപ്പൊ അവർ നല്ല രീതിയിൽ സാറിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞുതരാം. ഓക്കെ മാം. മാം ഇന്നലത്തെ മിനിഞ്ഞാത്തെ ക്ലാസ്സിൽ കയറാൻ പറ്റിയിരുന്നില്ലായിരുന്നു മാം. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിന്റെ റെക്കോർഡ് ക്ലാസ്സിലൊക്കെ അവൈലബിൾ ആണ്. കാരണം ഇന്നലത്തെ റെക്കോർഡ് ക്ലാസ് ഇന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇന്ന് 2 o'clockനുള്ളിലായിട്ട് അപ്ഡേറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ ഗ്രൂപ്പില് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അത് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകൾ കുറെ സാറ് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? എനിക്ക് അന്ന് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. മിനിഞ്ഞാന്ന് പോയിട്ട് ഇന്നലെ വന്നത്. അതുകൊണ്ട് ഇന്നലെ മിനിഞ്ഞാന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. അതെ മാം, ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നായിരുന്നു ഇന്നലെ. സ്റ്റുഡൻസിന്റെ തന്നെ ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ആഡ് ചെയ്യുമോ? എന്തൊക്കെ വർക്കാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടായിരുന്നു. ഇതിൽ മെസ്സേജ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാം. എവിടെയാണ് ലിങ്ക് അയച്ചിരിക്കുന്നത്? ഓക്കെ ഓക്കെ, 5 ക്ലാസ് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പാടില്ല. അത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബാക്കിയുള്ളവർ ഓക്കെ, ബാക്കി നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ സിലബസ് ആരെങ്കിലും പരിചയപ്പെടുത്തിയോ? സിലബസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്ക് അവൈലബിൾ ആയോ ടെക്സ്റ്റ് ബുക്ക്? കിട്ടിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല മാഡം, കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ ഓർഡർ കൊടുത്തോ? ഓക്കെ ഓക്കെ, അപ്പൊ അത് അടുത്തുള്ളവർക്ക് പെട്ടെന്ന് എത്താനായിരിക്കും. എറണാകുളം ജില്ലയിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ടെസ്റ്റ് എത്തും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വാങ്ങിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഈ കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അസറ്റ് ആയിട്ടിരിക്കുന്നത് ഈ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ നോട്ട്സുകൾ. ഓരോ ടീച്ചേഴ്സും നിങ്ങൾ നോട്ട്സ് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യും, റെക്കോർഡുകൾ, നിങ്ങൾ ചെയ്ത വർക്ക്, നിങ്ങളുടെ അസൈൻമെന്റ്സ്. ഓക്കെ, ഇതെല്ലാമാണ് നമ്മളുടെ ഒരു എന്താ പറയുക സ്ട്രെങ്ത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. ഒരു കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റിന്റെ ഒപ്പം തന്നെ നമുക്ക് പിന്നെ ഭാവിയിലേക്ക് പിന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. റെക്കോർഡൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഈ റെക്കോർഡൊക്കെ നിങ്ങൾക്ക് വീണ്ടും അത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഞങ്ങൾക്കത് പറ്റുന്നുണ്ട്. മുമ്പ് പ്രിപ്പയർ ചെയ്ത റെക്കോർഡ്സ് വീണ്ടും ഞങ്ങൾക്കത് ആവശ്യമായിട്ട് ഞങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. പഴയ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കണം. എല്ലാവരുടെയും ടെസ്റ്റ് വാങ്ങിക്കാം. ദെൻ നമ്മുടെ സിലബസ് എന്ന് പറയുമ്പോൾ മോണ്ടിസോറി 3 ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. PGക്ക് ആണെങ്കിൽ 5 പാർട്ട് ഉണ്ട്, 5 മൊഡ്യൂളുകളുണ്ട്. ഡിപ്ലോമയുടെ കാര്യം മാത്രം ഞാൻ പറയാം. മോണ്ടിസോറി മൊഡ്യൂൾ 1 4 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 4 ആണോ? നിങ്ങൾ പുതിയ സിലബസ് പ്രകാരം 6 ആണോ 4 ആണോ? 4 മാം. 4 4 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് ആണ് ആദ്യം വരുന്നത്. ഫസ്റ്റ് പാർട്ട് അത്യാവശ്യം സിമ്പിൾ ആണ്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നിങ്ങൾ പേടിക്ക് വേണ്ട, സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ചാപ്റ്റേഴ്സ് ആണ്. അവിടെ നിന്ന് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സേ എന്ത് ചെയ്യുന്നുള്ളൂ, ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടി മോണ്ടിസോറിയിലേക്ക് വരുന്നുള്ളൂ.
പിന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. നമ്മളും ഇവിടെയും ഒരു കുട്ടി എങ്ങനെ ഡെവലപ്മെന്റ്, അവരുടെ ഗ്രോത്ത്, അവരുടെ സൈക്കോളജി, അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെ പഠിച്ച് അതൊക്കെയാണ് നമ്മൾ എവിടേക്ക് വരുന്നത്, മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലേക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മൾ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റിനെ കുറിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആണ്. മൊഡ്യൂൾ 2 ഫുൾ ഇംഗ്ലീഷ് ആണ്. മൊഡ്യൂൾ 3 ആണ് പ്രാക്ടിക്കൽ സെഷൻസ്. നമ്മള് മോണ്ടിസോറി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലെക്ചർ ക്ലാസ്സോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ കുട്ടികളെ എല്ലാവരെയും വെച്ചിൽ അടക്കി ഇരുത്തി പഠിപ്പിക്കുക അല്ലെങ്കിൽ എഴുതി പഠിപ്പിക്കുക, അങ്ങനത്തെ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ല മോണ്ടിസോറി എന്ന് പറയുന്നത്. നമ്മൾ അവർക്ക് വേണ്ട ഫ്രീഡം കൊടുത്ത് അവരുടെ ഓരോ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ടീച്ചിങ് കൊടുക്കുന്നത്. ടീച്ചിങ് തന്നെ പറയാൻ പറ്റില്ല, അവരെ നമ്മള് നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും, അവരുടെ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. നമ്മൾ അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്, അവർക്ക് കോൺസെൻട്രേഷൻ അതുവഴി അവർക്ക് സ്വയം ഇംപ്രൂവ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ട് ബേസിക്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഞാൻ ഇതിലെടുക്കാൻ പോകുന്ന ചാപ്റ്റർ യൂണിറ്റ് 1 ടീച്ചർ ആയിരിക്കും. ഞാൻ എടുത്തത് യൂണിറ്റ് 4 ആണ്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികളിൽ കോമൺ ആയിട്ട്, കുഞ്ഞു കുട്ടികളിൽ കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടും അതിന്റെ സൈഡ് എഫക്ട്സും അതിന്റെ വാക്സിൻസും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ റിലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ തന്നെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവും. പക്ഷെ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് റെഫറൻസ് മാത്രമാണ്. ഞാൻ ടെക്സ്റ്റ് ബുക്കിനേക്കാൾ കൂടുതൽ ഞാൻ നോട്ട്സ് ആണ് യൂസ് ചെയ്യാറ്. കാരണം ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് നമ്മൾ വേണം, അത് റെഫറൻസിന് വേണ്ടിയിട്ട്. നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോഴാണ് ടെക്സ്റ്റ് ബുക്ക് കൂടുതൽ പ്രിഫറബിൾ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ ലെക്ചർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓരോ ടീച്ചേഴ്സിന്റെ ലെക്ചർ നോട്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഓരോ ടീച്ചേഴ്സിനും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് മോക്ക് എക്സാമുകളുണ്ട്, മോക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു യൂണിറ്റ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മോക്ക് ടെസ്റ്റ് കൊടുക്കും. ആ യൂണിറ്റിൽ വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻസ് അത് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് കൊടുക്കും. അത് അവര് എന്ത് ചെയ്യും, ആൻസർ ചെയ്യും. സോ അപ്പോ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസും ആവും. എക്സാം എഴുതുന്നത് എങ്ങനെയാണ് ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഇല്ലാതെ ആക്കും. ഞാൻ ഈ യൂണിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിരിക്കാം. ദെൻ ഞാൻ മോക്ക് ടെസ്റ്റ് തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻസ് കിട്ടും. ഓക്കെ, ഞാനിപ്പോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പേടിച്ചിരിക്കുകയാണ് എല്ലാവരും. ഒരു റിപ്ലൈ ഇല്ലല്ലോ. പേടിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാൻ, ഞാൻ മറുപടി പറയും. ഞാൻ വേറൊരു കാര്യം കൂടി പ്രിഫർ ചെയ്യാം. നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ്സിനേക്കാളും കൂടുതൽ ലൈവ് ക്ലാസ്സുകളിൽ മാക്സിമം കയറാൻ നോക്കുക. ഈ ബൈ ചാൻസ് ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ക്ലാസ് മിസ്സാക്കാം. ക്ലാസ് കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ കയറാം. ക്ലാസ്സിൽ പറയുന്ന ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുക. ഇവിടെ തരുന്ന വർക്കുകൾ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ദെൻ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു എന്താ പറയുക, ഈ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ ടീം ഉണ്ടാവും. സോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ടെസ്റ്റിന്റെ കൂടെ നോട്ടൊക്കെ വരും. നോട്ടും അസൈൻമെന്റിന്റെ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണോ? അത് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ടീച്ചർ ഷെയർ ചെയ്യും. അസൈൻമെന്റിന്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയുന്നത് വലിയ ബുക്ക് കിട്ടില്ല. നമുക്ക് സോറി നമ്മളുടെ കോളേജ് ബുക്ക് കിട്ടൂലേ, അപ്പൊ ആ ബുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ബുക്ക് അസൈൻമെന്റ് ബുക്ക് ആയിട്ട് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, അസൈൻമെന്റ്സ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽസും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ അസൈൻമെന്റ്സ് ആദ്യം കൊടുക്കുമ്പോൾ അതെങ്ങനെ അപ്ലോഡ് ചെയ്യണം, അത് എങ്ങനെ സ്കാൻ ചെയ്യണമെന്നുള്ള വീഡിയോസ് ഒക്കെ അവർ അയച്ചു തരും. അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർക്ക് വിളിച്ച് ചോദിക്കാം. എന്ത് സംശയവും ഏത് സമയം ക്ലിയർ ചെയ്യാൻ സ്റ്റാഫ്സ് അവിടെ ഉണ്ട്. സോ പേപ്പറിൽ ചെയ്യാൻ പറ്റും അസൈൻമെന്റ് പേപ്പറിൽ ചെയ്യാം. പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പേപ്പർ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ചെയ്യാലോ മാം ചെയ്യേണ്ടത് ചെയ്യുകയാണെങ്കിൽ ബുക്ക് ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ അസൈൻമെന്റ് പലതും മിസ് ആവില്ല.
സോ നമുക്കത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പഠിപ്പിക്കാനൊക്കെ പോകും, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാനൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ എന്റെ ക്ലാസ് ഞാൻ നമ്മുടെ വൈകിട്ട് ഷീറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പഞ്ച് ചെയ്ത് കിട്ടും. ചെയ്യുന്നതാണ് സംഗീത സാഹചര്യം അല്ലെങ്കിൽ സൗകര്യം ഉണ്ടാവണമെന്നില്ലല്ലോ. മിസ് നമ്മള് ടെക്സ്റ്റ് ബുക്കില് മിസ് ക്ലാസ് എടുക്കുന്നത് അതിലാണോ അടയാളപ്പെടുത്തി എടുക്കേണ്ടത്? ലെക്ചർ നോട്ട് നിങ്ങൾക്ക് പ്രിഫറബിൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ടെസ്റ്റിൽ തന്നെ മാർക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ നോട്ട് ചെയ്ത് പോകുന്നത്, ആ സമയത്ത് തന്നെ നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണ് സാധാരണ കുട്ടികൾ കണ്ടുവരുന്നത്. നമ്മൾ നോട്ട് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാറില്ല, നമ്മൾ പറയുന്നത് ആ പോയിന്റ്സ് നിങ്ങൾ ക്യാച്ച് ചെയ്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റ്സ് നിങ്ങൾ ക്യാച്ച് ചെയ്തത് എഴുതി സൂക്ഷിക്കാം. ഓക്കെ ഓക്കെ മിസ്സേ. അസൈൻമെന്റിന് എങ്ങനത്തെ നോട്ടാന്ന് മേടിക്കാന്ന് ഒന്നും കൂടി പറഞ്ഞുതരുമോ? അത് വലിയ ബുക്കില്ലേ, കോളേജ് ബുക്കിനേക്കാളും കുറച്ചുകൂടി വലിയ ബുക്ക്, അല്ലെങ്കിൽ അസൈൻമെന്റ് തരുമ്പോ അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കേട്ടോ. മിസ്സേ ഒരു കാര്യം കൂടി, ടെക്സ്റ്റ് ബുക്കിന് നമ്മൾ പൈസ എങ്ങടെ ആർക്കും അയച്ചു കൊടുക്കേണ്ടത്? പൈസ അറിഞ്ഞു കൊടുക്കാം. ടെസ്റ്റ് എമൗണ്ടിന്റെ കാര്യം അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ മിസ്സേ. മിസ് എത്ര നോട്ട്സ് വേണ്ടി? 3 എണ്ണോ? നമ്മള് ഇംഗ്ലീഷ് അടക്കം 5 ടീച്ചേഴ്സാണ്, 5 ടീച്ചേഴ്സാണ് ഉള്ളത്. ജോബ് സാറ്, ഇപ്പൊ ഞാൻ ജിഷ ടീച്ചറിന്റെ ക്ലാസ് കഴിഞ്ഞോ? ഒരെണ്ണം കഴിഞ്ഞു മാം. ഓക്കെ, ജിഷ ടീച്ചറിന്റെ ക്ലാസ്. ദെൻ അശ്വതി ടീച്ചറിന്റെ ക്ലാസ് കഴിഞ്ഞോ? ഇൻട്രൊഡക്ഷൻ അപ്പൊ ഇനി വേറൊരു മിസ് കൂടി ഉണ്ട്, മിൽറോസ് മിസ്. നെക്സ്റ്റ് ക്ലാസ് മുതലായിരിക്കും, നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോ 4 ടീച്ചേഴ്സും ഒരു സാറാണ് ഉള്ളത്, ഞങ്ങളുടെ ഫേവറേറ്റ് ഇംഗ്ലീഷിന്റെ സാറാണ്. അപ്പൊ നിങ്ങള് 5 ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്താലും മതി. ഒരു വലിയ ബുക്കാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഒരു ടീച്ചറിന്റെ നോട്ട് ആണെങ്കിൽ അടുത്ത സൈഡിൽ നിന്ന് മറ്റു ടീച്ചറിന്റെ നോട്ട് എഴുതാം. ജിഷ ടീച്ചർക്ക് സെപ്പറേറ്റ് നോട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം. ഓക്കെ, ജിഷ ടീച്ചറാണ് നമ്മുടെ HOD. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജിഷ ടീച്ചറിനോട് ചോദിക്കാം. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് പ്രോപ്പർ ക്ലാസ്സിലേക്ക് പോകും. ഓക്കെ അല്ലേ? ഓക്കെ മാം. താങ്ക് യു മാം. സൈൻ ഇൻ, സൈൻ ഔട്ട്, പ്രെയർ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് സെറ്റ് ആയിട്ട് വേണം ക്ലാസ്സിൽ കയറാൻ. എന്റെ ക്ലാസ്സിൽ മാത്രമല്ല, ആ ക്ലാസ്സിൽ അങ്ങനെയായിരുന്നു. ഓക്കെ ഓക്കെ മാം. താങ്ക് യു. ഓക്കെ മാം. ഓക്കെ മാം.